നിങ്ങൾ താമസിക്കുന്നത് അതിവിശാലമായ ഒരു കൊട്ടാരത്തിലാണെന്ന് സങ്കല്പിക്കുക. 5 നിലയുള്ള കൊട്ടാരം. ഓരോ നിലയിലും ആയിരക്കണക്കിന് മുറികളാണ് ഉള്ളത്. നിങ്ങൾ വളരെയധികം സന്തുഷ്ടരാണ്. ഓരോ മുറിയും നിങ്ങൾ കയറി ഇറങ്ങി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള വ്യത്യസ്തമായിട്ടുള്ള വസ്തുക്കൾ നിങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രയോജനമാണ് ഉള്ളതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ വസ്തുക്കളൊക്കെ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നിങ്ങൾ ഉപയോഗിക്കുന്നുമുണ്ട്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി, വർഷങ്ങൾ കടന്നുപോയി. ഒടുവിൽ നിങ്ങൾക്ക് ഒരു മുറിയിൽ നിന്നും ആ ഒരു കൊട്ടാരത്തിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ലഭ്യമായി. ആ ബ്ലൂ പ്രിന്റ് പരിശോധിച്ചപ്പോഴാണ് നിങ്ങൾക്ക് ഞെട്ടിക്കുന്ന ഒരു വാസ്തവം മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ കൊട്ടാരത്തിന് ശരിക്കും പറഞ്ഞാൽ 5 നിലകളല്ല ഉള്ളത്. ഇതിന് 100 നിലകളുണ്ട്. ഇതേ വലിപ്പത്തിലുള്ള 100 നിലകൾ. ബാക്കിയുള്ള നിലകളൊക്കെ തന്നെ സ്ഥിതി ചെയ്യുന്നത് ഭൂമിയുടെ അടിയിലായിട്ടാണ്. അതായത് ഈ 5 നിലയുടെയും അടിയിലായിട്ടാണ്. 5 നിലയുടെ അടിയിലായിട്ട് 95 നിലകളുണ്ട്. താഴത്തെ നിലകളിലേക്ക് നിങ്ങൾ കയറാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് കയറാൻ സാധിക്കുന്നില്ല. അവിടെ ആരൊക്കെയോ കഴിയുന്നുണ്ടെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, പക്ഷേ അവരാരാണെന്നോ എന്താണെന്നോ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. തൊട്ട് താഴെയുള്ള 27 നിലകളുടെ കാര്യമാണ് പറയുന്നത്. അവിടെ വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള എന്തോ ഉണ്ട്, മനുഷ്യർ തന്നെ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രവേശിക്കാൻ സാധ്യമാകുന്നില്ല. എന്നാൽ അതിൻ്റെയും താഴെയുള്ള 68 നിലകൾ, ആ 68 നിലകളിൽ ശരിക്കും എന്താണെന്ന് പോലും നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധ്യമാകുന്നില്ല. പക്ഷേ ആ 68 നിലകൾ ഉള്ളത് യാഥാർത്ഥ്യമായ കാര്യമാണ്. ആ 68 നിലകളാണ് ഡാർക്ക് എനർജി. അതിന് തൊട്ട് മുകളിലുള്ള 27 നിലകൾ അത് ഡാർക്ക് മാറ്റർ ആണ്. നമ്മൾ താമസിക്കുന്ന ഈ 5 നിലയുള്ള കൊട്ടാരം, ആ കൊട്ടാരത്തിന്റെ ഭാഗമാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കൾ. എന്താണ് ഡാർക്ക് മാറ്റർ എന്ന് കഴിഞ്ഞ ആഴ്ച ചെയ്ത വീഡിയോയിൽ ഞാൻ പരാമർശിച്ചിരുന്നു. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുക്കുന്നുണ്ട്, പരിശോധിക്കാം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്ന വിഷയം ഏറ്റവും അടിത്തട്ടിലായിട്ടുള്ള ഏറ്റവും നിഗൂഢതകൾ നിറഞ്ഞിട്ടുള്ള ആ 67 നിലകളെ കുറിച്ചാണ്. 68 നിലകളെ കുറിച്ചാണ്. ആ 68 നിലകളിൽ എന്താണ്? പ്രപഞ്ചത്തിൽ മൊത്തം അടങ്ങിയിരിക്കുന്ന മാറ്ററിന്റെയും എനർജിയുടെയും സാന്നിധ്യം വെച്ച് നോക്കുമ്പോൾ 68% നമുക്ക് എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത ഡാർക്ക് എനർജിയാണ്. അതൊരു എനർജിയാണോ ഒരു ഫോഴ്സ് ആണോ എന്ന് പോലും പറയാൻ സാധിക്കുന്നില്ല. അതൊരു പക്ഷേ ഡാർക്ക് മാറ്റർ പോലുള്ള മാറ്റർ ആയിരിക്കാം, ഒരു പക്ഷേ അത് ഒരു ഫോഴ്സ് ആയിരിക്കാം. നമുക്ക് അറിയാൻ സാധിക്കാത്ത ഈ ഡാർക്ക് എനർജി ഇവിടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമായത് എങ്ങനെയാണ്? അത് ഇത്രയും ശതമാനമുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധ്യമായത് എങ്ങനെയാണ്? ഗവേഷകർ കൃത്യമായിട്ട് ഡാർക്ക് എനർജിയെ കണ്ടുപിടിക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളിലൂടെ അല്ല നമുക്കത് മനസ്സിലാക്കാൻ സാധിച്ചത്. ഗവേഷകർ ഡാർക്ക് എനർജിയെ കണ്ടുപിടിക്കാമെന്ന് തീരുമാനിച്ച് പരീക്ഷണങ്ങളും എക്സ്പെരിമെന്റുകളും ഒക്കെ നടത്തുകയായിരുന്നില്ല. യാദൃശ്ചികമായിട്ട് നടന്ന ഒരു അപകടം. ഗവേഷകരുടെ ലക്ഷ്യം മറ്റു പലതുമായിരുന്നു, പക്ഷെ അതിനിടയിലാണ് ഞെട്ടിക്കുന്ന ഈ ഒരു വാസ്തവം അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അവർ ഈ പ്രപഞ്ചത്തിന്റെ വികാസത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം അവർക്ക് 100% ഉറപ്പുള്ളതായിരുന്നു. എന്നാൽ അത് എത്രമാത്രം പതിയാണ് വികസിച്ചുകൊണ്ടിരിക്കുന്നത്, അതിന്റെ വേഗത എത്രമാത്രം കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഏത് ഘട്ടമാകുമ്പോൾ ഈ പ്രപഞ്ചം നിശ്ചലമാകും, ഏത് ഘട്ടത്തിലാണ് ഈ പ്രപഞ്ചം നശിക്കാൻ പോകുന്നതെന്ന് അവർക്കറിയണമായിരുന്നു. പക്ഷേ ലഭ്യമായിട്ടുള്ള ഡേറ്റ അവരെ ഞെട്ടിക്കുന്ന ഡേറ്റയായിരുന്നു. ഈ പ്രപഞ്ചം സ്ലോ ആയിക്കൊണ്ടിരിക്കുകയല്ല, എക്സ്പാൻഷൻ നടക്കുന്നുണ്ട്. അത് അതിതീവ്രമായ വേഗതയിൽ അതിന്റെ തീവ്രത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിശക്തമായിട്ട് അത് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗവേഷകർ കരുതിയിരുന്നത് ഇത് പതിയെയാണ് ഇപ്പോൾ വികസിക്കുന്നത്. മുൻപെപ്പോഴോ അതിതീവ്രമായ വേഗതയിൽ വികസിച്ചു, അതിന്റെ വേഗത കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അവർ ചിന്തിച്ചത്. എന്നാൽ നേരെ വിപരീതമായിട്ട് അത് അതിതീവ്രമായിട്ട് വികസിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. നിങ്ങൾ ചില ആൾക്കെങ്കിലും ചില ചോദ്യങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നതാണ്, ചില സംശയങ്ങൾ. പ്രപഞ്ചം അതിന് ശരിക്കും വികസിക്കുന്നുണ്ടോ? നിങ്ങൾ രാത്രിയിൽ ആകാശത്തേക്ക് നോക്കുക, എത്ര മണിക്കൂർ ആകാശത്തേക്ക് നോക്കിയാലും അവിടെയുള്ള നക്ഷത്രങ്ങൾ അവിടെ തന്നെ നിൽക്കുകയാണ്. ഇവിടെ നിന്ന് അകന്നു പോവുകയോ അല്ലെങ്കിൽ നമ്മുടെ നേർക്ക് വരികയോ ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ അടുത്ത വർഷം ഇതേ സമയം തന്നെ നമ്മൾ ആകാശത്തേക്ക് നോക്കിയാലും അതേ നക്ഷത്രങ്ങളെ അതേ സ്ഥാനത്ത് തന്നെ കാണാം. ഒരു 100 വർഷം കഴിഞ്ഞ് നോക്കിയാലും ആ നക്ഷത്രങ്ങളുടെ സ്ഥാനങ്ങളിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ പ്രപഞ്ചം വികസിക്കുന്നു എന്ന് പറയാൻ സാധിക്കുന്നത്? ഇതൊരു മണ്ടൻ ചോദ്യമാണെന്ന് കരുതി നിങ്ങൾ ചോദിക്കാതെ ഇരിക്കണ്ട. നിങ്ങളുടെ ഇതേ സംശയം നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ തന്നെ രേഖപ്പെടുത്താം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മണ്ടൻ ചോദ്യമല്ല. നിരവധി ഗവേഷകർ ഇത് ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴുള്ള ഗവേഷകരല്ല, ഒരു 100 കൊല്ലം മുമ്പുള്ള ഗവേഷകർ.
ആ കാലഘട്ടത്തിലെ ഗവേഷകരെ സംബന്ധിച്ചിടത്തോളം ഈ നക്ഷത്രങ്ങളൊക്കെ ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്തു വെച്ചിരിക്കുകയാണ്. അതിന്റെ സ്ഥാനത്ത് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. നമ്മളൊരു ഹാളിലേക്ക് കടന്നു ചെല്ലുക. അവിടെ നമുക്ക് ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന നിരവധി വസ്തുക്കൾ കാണാൻ സാധിക്കും. അവിടെ ക്ലോക്ക് ഉണ്ടാകും, നിരവധി ചിത്രങ്ങൾ കാണും, അത്തരത്തിലുള്ള ഒരുപാട് ഫാൻസി ഐറ്റംസ് ഒക്കെ ഉണ്ടാകും. അതൊക്കെ എങ്ങനെയാണോ അവിടെ നിൽക്കുന്നത് അതുപോലെ നക്ഷത്രങ്ങൾ എവിടെയോ ഫിക്സ് ചെയ്തു വെച്ചിരിക്കുകയായിരുന്നു എന്നാണ് ആദ്യ കാലഘട്ടങ്ങളിലെ ഗവേഷകർ ചിന്തിച്ചിരുന്നത്. പക്ഷേ പിന്നീട് ധാരാളമായിട്ട് ടെലസ്കോപ്പുകൾ നമുക്ക് ലഭ്യമായി. ഓരോ വർഷം കഴിയും തോറും നൂതനമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഒരുപാട് ടെലസ്കോപ്പുകൾ നമ്മൾ ലോഞ്ച് ചെയ്തു. അതിലൂടെ അവർ നിരീക്ഷിക്കുമ്പോഴാണ് വിചിത്രമായിട്ടുള്ള ചില കാഴ്ചകൾ അവർക്ക് കാണാൻ സാധ്യമായത്. അതോടുകൂടി അവർ ഉറപ്പിച്ചു, ഇവിടെയുള്ള നക്ഷത്രങ്ങൾ ചലിക്കുന്നുണ്ട്. അങ്ങ് അകലെ ടെലസ്കോപ്പിലൂടെ മാത്രം കാണാൻ സാധിക്കുന്ന ഗാലക്സികൾ ചലിക്കുന്നുണ്ട്. ചലിക്കാത്തതായിട്ട് ഇവിടെ ഒന്നും തന്നെയില്ല. എല്ലാ വസ്തുക്കളും ആപേക്ഷികമായിട്ട് റിലേറ്റീവായിട്ട് ചലിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഗവേഷകർ ഉറപ്പിച്ചു. പ്രപഞ്ചത്തിന്റെ വലിപ്പം 10 മണിയായപ്പോൾ ഇത്രയാണെന്ന് നിങ്ങൾ ഒന്ന് സങ്കല്പിക്കുക. 11 മണിയാകുമ്പോൾ അതിന്റെ വലിപ്പം ഇത്രയുമായി, 12 മണിയാകുമ്പോൾ ഇത്രയുമായി, 1 മണിയാകുമ്പോൾ ഇത്രയുമായി. ആ കാലഘട്ടത്തിലെ ഗവേഷകർ ഈ രീതിയിൽ തന്നെയാണ് പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിച്ചത്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തനായിട്ടുള്ള മറ്റൊരു ഗവേഷകൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ജോർജസ് ലമൈത്രി എന്നാണ്. അദ്ദേഹം ഒരു ഗവേഷകനായിരുന്നു, ഒരു പ്രൊഫസർ ആയിരുന്നു. അതിനുപരിയായിട്ട് അദ്ദേഹം ഒരു ക്രൈസ്തവ പുരോഹിതൻ കൂടിയായിരുന്നു. അദ്ദേഹം ചിന്തിച്ചത് മറ്റൊരു രീതിയിലാണ്. 11 മണിക്ക് ഇത്രയും വലിപ്പം, 12 മണിക്ക് ഇത്രയും വലിപ്പം, 1 മണിക്ക് ഇത്രയും വലിപ്പമാണെങ്കിൽ നമ്മൾ ഒന്ന് പിന്നിലേക്ക് ചിന്തിച്ചു നോക്കിയാലോ. 1 മണിക്ക് ഇത്രയും വലിപ്പമുള്ള പ്രപഞ്ചത്തിന്റെ വലിപ്പം 12 മണിക്ക് ഇത്രയുമേ ഉണ്ടായിരുന്നുള്ളൂ, 11 മണിക്ക് ഇത്രയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, 10 മണിക്ക് ഇത്രയുമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇത് ചുരുങ്ങി ചുരുങ്ങി ഒരു ഘട്ടം എത്തുമ്പോൾ വളരെയധികം നേർത്ത ഒരു ചെറിയ ബിന്ദുവായിട്ട് അല്ലെങ്കിൽ ഒരു സിംഗുലാരിറ്റി പോയിന്റ് ആയിട്ട് മാറുന്നതാണ്. 1931 ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു പ്രബന്ധം തന്നെ പബ്ലിഷ് ചെയ്യുകയുണ്ടായി. അത് വെറും ഒരു ചിന്ത മാത്രമായിരുന്നില്ല. ഇങ്ങനെ അദ്ദേഹം ചിന്തിച്ചുണ്ടാക്കിയെടുത്ത ഒരു കാര്യമൊന്നും ആയിരുന്നില്ല. അദ്ദേഹം അത് മാത്തമാറ്റിക്കലി ഡിറൈവ് ചെയ്തെടുക്കുകയുണ്ടായി. ആൽബർട്ട് ഐൻസ്റ്റീന്റെ ഫീൽഡ് തിയറി ഉപയോഗിച്ച് ഫ്രൈഡ്മാൻ ഇക്വേഷൻ ഉണ്ടാക്കിയെടുത്തു. അതേ ഫ്രൈഡ്മാൻ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് ജോർജസ് ലമൈത്രി ഈ ഒരു കോൺസെപ്റ്റ് രൂപകൽപ്പന ചെയ്യുന്നത്. അതായത് വളരെയധികം ചെറിയ, വളരെ ചുരുങ്ങിയിട്ടുള്ള, അത് എത്രമാത്രം ചുരുങ്ങിയതാണെന്ന് പോലും നമുക്ക് പറയാൻ സാധിക്കുകയില്ല. അത്രയും ചുരുങ്ങിയിട്ടുള്ള വലിപ്പമായിരുന്നു പ്രപഞ്ചത്തിന് ഒരു ഘട്ടത്തിൽ. ആ സമയത്ത് ഇവിടെ അടങ്ങിയിരിക്കുന്ന സകല പദാർത്ഥങ്ങളും ആ ഒരു ചെറിയ പോയിന്റിൽ ഉണ്ടായിരുന്നു. സകല ഊർജവും സകല സ്പേസും ആ ഒരു പോയിന്റിൽ ഉണ്ടായിരുന്നു. ഇത്രയധികം മാറ്ററും ഇത്രയധികം ഊർജവും ഒരു ചെറിയ ബിന്ദുവിലുണ്ടെങ്കിൽ അവിടെ അതിതീവ്രമായിട്ടുള്ള പ്രഷറായിരിക്കും, അതിതീവ്രമായിട്ടുള്ള താപനിലയായിരിക്കും. അതിനെ തുടർന്ന്, ആ ഊർജത്തെ തുടർന്ന് അത് വികസിക്കാൻ തുടങ്ങി. ആ വികാസമാണ് ഇപ്പോഴും തുടർന്ന് പോകുന്നതെന്നാണ് ജോർജസ് ലമൈത്രി അഭിപ്രായപ്പെട്ടത്. പക്ഷേ അദ്ദേഹത്തിന്റെ ഈ തിയറി വരുന്ന കാലഘട്ടത്തിൽ ഗവേഷകർ എക്സ്പാൻഷനെ 100% അംഗീകരിക്കുന്നുണ്ടെങ്കിലും ഇദ്ദേഹത്തിന്റെ ഈ തിയറിയെ അംഗീകരിക്കുന്നുണ്ടായിരുന്നില്ല. അന്ന് പ്രബലത്തിൽ ഉണ്ടായിരുന്നത് സ്റ്റഡി സ്റ്റേറ്റ് തിയറിയാണ്. അതായത് പ്രപഞ്ചം വികസിക്കുന്നുണ്ട്, പക്ഷേ ഇവിടുത്തെ ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത അത് എപ്പോഴും ഒരുപോലെ തന്നെ ആയിരിക്കും. അതായത് പ്രപഞ്ചം വികസിക്കുന്നതനുസരിച്ച് പുതിയതായിട്ട് പദാർത്ഥങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്. ഗവേഷകരെല്ലാം ഇതിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം ജോർജസ് ലമൈത്രിയുടെ ഈ കണ്ടെത്തലിനെ കളിയാക്കാനും അധിക്ഷേപിക്കാനും അവർ മുതിരുന്നുണ്ട്. സ്റ്റഡി സ്റ്റേറ്റ് തിയറിയുടെ ഒരു മികച്ച വക്താവായിട്ടുള്ള ഒരു ഗവേഷകനാണ് സർ ഫ്രെഡ് ഹോയൽ. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് ആസ്ട്രോണമർ ആയിരുന്നു. അദ്ദേഹം ഒരിക്കൽ ഒരു റേഡിയോ അഭിമുഖത്തിൽ പറയുകയുണ്ടായി, അധിക്ഷേപിച്ചുകൊണ്ട് തന്നെ പറയുകയുണ്ടായി, ബിഗ് ബാങ് എന്ന്. അതായത് ജോർജസ് ലമൈത്രിയുടെ ആ കൺസെപ്റ്റ് ഒരു മഹാവിസ്ഫോടനമായിട്ട് കളിയാക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞ് ചിരിക്കുകയുണ്ടായി. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, ജോർജസ് ലമൈത്രിയുടെയും ഫ്രെഡ് ഹോയലിന്റെയും ഒക്കെ കാലം കഴിഞ്ഞപ്പോൾ ആളുകൾ, ഗവേഷകർ, മറ്റ് സാധാരണ ജനങ്ങളൊക്കെ തന്നെയും ഇത് ഏറ്റെടുക്കുകയായിരുന്നു. അതൊരു ശാസ്ത്ര തിയറി ആയിട്ട് അംഗീകരിക്കുകയായിരുന്നു. അത് ശരിയാണെന്ന് തെളിയിക്കുന്ന നിരവധി തെളിവുകൾ നമുക്ക് ലഭ്യമായി. നിരവധി തെളിവുകൾ ലഭ്യമായി കഴിഞ്ഞാൽ, അത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ സാധ്യമായി കഴിഞ്ഞാൽ പിന്നെ അത് വെറും ഒരു ഹൈപ്പോത്തസിസ് അല്ല, അത് ഒരു സയന്റിഫിക് തിയറിയാണ്. ബിഗ് ബാങ് ഒരു സയന്റിഫിക് തിയറിയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ഫ്രെഡ് ഹോയലിന് ഇപ്പോഴുള്ള ഈ കാര്യങ്ങളൊക്കെ നേരിട്ട് കാണാൻ സാധ്യമായിരുന്നെങ്കിൽ അദ്ദേഹം അന്ന് കളിയാക്കി ഉപയോഗിച്ച പേര്
ശരിക്കും ആ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പേരായി മാറിയെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എത്രമാത്രം അപമാനിതനായനെ. അതേസമയം ജോർജസ് ലമൈത്രി എത്രമാത്രം സന്തോഷിച്ചേനെ. മറ്റൊരു വിചിത്രമായ കാര്യം, ജോർജസ് ലമൈത്രിയുടെ പേരിലല്ല മിക്ക സാധാരണക്കാരും ഈ ബിഗ് ബാങ് തിയറിയെ പറയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പേരായിട്ട് ഇതിനെ ആരും കൂട്ടി യോജിപ്പിക്കാറില്ല. എല്ലാവരും പറയുന്നത് ഇത് ഒന്നുകിൽ ആൽബർട്ട് ഐൻസ്റ്റീന്റെ തിയറി ആയിട്ടോ അല്ലെങ്കിൽ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ തിയറി ആയിട്ടോ ആണ്. സ്റ്റീഫൻ ഹോക്കിംഗ് ഒരു നിരീശ്വരവാദി ആയതുകൊണ്ട് തന്നെ പലപ്പോഴും ആളുകൾ അദ്ദേഹത്തിന്റെ പേരിൽ ഇത് ചാർത്തി കൊടുക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ തിയറിയാണ്, അത് പൊട്ടത്തെറ്റാണെന്നൊക്കെ പലരും വിശേഷിപ്പിക്കും. പക്ഷേ അവർക്കറിയാത്ത വാസ്തവം എന്ന് പറഞ്ഞാൽ വളരെയധികം കടുത്ത ഒരു വിശ്വാസിയായ ഒരു മതപുരോഹിതനായിട്ടുള്ള ഒരു ഗവേഷകനായ ജോർജസ് ലമൈത്രിയാണ് ശരിക്കും ഈ തിയറി പ്രൊപ്പോസ് ചെയ്തത്. പലർക്കുമുള്ള ഒരു സംശയമാണ്, സിംഗുലാരിറ്റി പോയിന്റ് എന്ന് പറയുന്നത് ഒരു ബിന്ദു ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു പോയിന്റ് ആണെങ്കിൽ ആ പോയിന്റിന് നിൽക്കാൻ ഒരു സ്ഥലം വേണമല്ലോ. ആ സ്ഥലം എവിടെയാണ്? അതിനായിട്ട് പലരും ചൂണ്ടിക്കാണിക്കുന്നത് ഒരു പേപ്പറിൽ നമ്മൾ കുത്തുന്ന ഒരു ഡോട്ടാണ്. പേന കൊണ്ട് കുത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു ഡോട്ട് കാണാം. ആ പേപ്പറിലാണ് ആ ഡോട്ട് നിൽക്കുന്നത്. അതുപോലെ സിംഗുലാരിറ്റി പോയിന്റിനും ഒരു ഡോട്ട് വേണമെന്നാണ് ഇവരുടെ വാദം. ശരിക്കും പ്രപഞ്ചം എന്താണെന്ന് ഇവർക്ക് അറിയുകയില്ല. അതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. പ്രപഞ്ചം അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ സകലതുമാണ്. ഇവിടെ എന്തൊക്കെയുണ്ടോ അതെല്ലാം ആ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്. അതിന്റെ വെളിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ വെളിയിലും ഉണ്ടെങ്കിൽ ആ വെളിയിലുള്ളതും ഈ പ്രപഞ്ചത്തിന്റെ ഈ യൂണിവേഴ്സിന്റെ ഭാഗം തന്നെയാണ്. എന്തൊക്കെയുണ്ടോ അതെല്ലാം ഈ ഒരു യൂണിവേഴ്സിന്റെ ഭാഗമാണ്. അപ്പോൾ അതിന്റെ ആദ്യ ഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു വലിപ്പമാണ് ആ പറയുന്ന സിംഗുലാരിറ്റി പോയിന്റ്. ഇത്രയും മാത്രം ചുരുങ്ങിയ ഒരു വലിപ്പത്തിലായിരുന്നു അതുണ്ടായിരുന്നത്. അതിന്റെ വെളിയിലൊന്നും തന്നെ ഇല്ല. വെളിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ആ സിംഗുലാരിറ്റി പോയിന്റ് തന്നെയാണ്. ഇവിടെ ഉള്ള സ്പേസും ടൈമും ഒക്കെ തന്നെയും ആ ബിന്ദുവിന്റെ ഒരു ഭാഗമാണ്. ടൈം ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ആദ്യ ഘട്ടത്തിൽ. കാരണം പ്രപഞ്ചം വെറും സിംഗുലാരിറ്റി പോയിന്റ് മാത്രമാണ്. പ്രപഞ്ചം ഉണ്ടാകുന്ന ഘട്ടത്തിൽ മാത്രമാണ് സമയത്തിന് പ്രാധാന്യമുള്ളത്. ഓക്കെ, പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വികാസം എപ്പോഴും ഇങ്ങനെ തുടർന്നു പോകുമോ? അത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിന്നു പോകുമോ? ഈ തിയറി ആദ്യമായിട്ട് വരുന്ന ഘട്ടത്തിൽ ഗവേഷകർ ചിന്തിച്ചിരുന്നത് ഈ പ്രപഞ്ചത്തിന്റെ വികാസം അവസാനിക്കുമെന്നാണ്. അതിന്റെ കാരണം ഗ്രാവിറ്റിയാണ്. അതെങ്ങനെയാണ് ഗ്രാവിറ്റി ഈ വികാസത്തെ നിർത്തുന്നത്? അതിന് നമുക്ക് നമ്മുടെ ഭൂമിയിൽ നടക്കുന്ന ഒരു ഉദാഹരണം എടുക്കാം. നിങ്ങൾ ഒരു പന്ത് എടുക്കുക, ഒരു ബോൾ എടുക്കുക. ആ ബോൾ നിങ്ങൾ മുകളിലേക്ക് ശക്തമായ വേഗതയിൽ എറിയുക. അത് അങ്ങ് ബഹിരാകാശത്തേക്ക് പോകുമോ? അതോ അവിടെ നിന്ന് അത് താഴേക്ക് വീഴുമോ? താഴേക്ക് വീഴും, ബഹിരാകാശത്തേക്ക് പോവുകയില്ല. എത്രമാത്രം നമ്മൾ പ്രയാസപ്പെട്ട് നമ്മുടെ സകല ശക്തി ഉപയോഗിച്ചെറിഞ്ഞാലും അത് കുറേയധികം മുകളിലേക്ക് പോകും. മുകളിലേക്ക് പോകും തോറും അതിൻ്റെ വേഗത കുറഞ്ഞു വരും. ഒരു ഘട്ടമെത്തുമ്പോൾ വേഗത ഒട്ടും തന്നെ ഇല്ലാതെയാകും, പൂജ്യമാകും. പിന്നെ അത് പതിയെ താഴേക്ക് വീഴും. താഴേക്ക് വരും തോറും അതിൻ്റെ വേഗത വർദ്ധിച്ചു വരുന്നതാണ്. അങ്ങനെ ഭൂമിയിൽ വന്ന് പതിക്കും. ഈ എക്സ്പാൻഷനും അത് തന്നെ സംഭവിക്കുമെന്നാണ് ഗവേഷകർ ആദ്യം ഘട്ടത്തിൽ പറയുന്നത്. അതായത് ഈ സിംഗുലാരിറ്റി പോയിന്റിൽ നിന്നും ഇതിങ്ങനെ തെറിച്ചു വെളിയിലേക്ക് പോവുകയാണ്. അങ്ങനെ പോയി ഒരു ഘട്ടം എത്തുമ്പോഴേക്കും ഇതിന്റെ വേഗത കുറഞ്ഞ് ഒട്ടും തന്നെ ഇല്ലാതെയാകും. അതിനുശേഷം ഇത് പഴയ സ്ഥലത്തേക്ക് നമ്മുടെ പന്ത് നിലത്തേക്ക് വീഴുന്നത് പോലെ വന്നു പതിക്കേണ്ടതാണ്. ഇതാണ് നമ്മുടെ തിയറി. ഈ തിയറിയുടെ അടിസ്ഥാനത്തിലാണ് ഗവേഷകർ അന്ന് പ്രപഞ്ചത്തിന്റെ എക്സ്പാൻഷൻ കണക്ക് കൂട്ടി എടുക്കാനായിട്ട് ശ്രമിച്ചത്. പക്ഷെ അവരെ ഞെട്ടിച്ചുകൊണ്ട് വേഗത കുറയുന്നില്ല, വേഗത അതിതീവ്രമായിട്ട് വികസിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. പ്രപഞ്ചത്തിന്റെ ഈ അതിശക്തമായിട്ടുള്ള ഈ വികാസത്തിന്റെ വേഗത വർദ്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് ഗവേഷകർ പ്രപഞ്ചത്തിന്റെ ഒടുക്കത്തെക്കുറിച്ച് പോലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. വേഗത കുറഞ്ഞു വരികയാണെന്നാണല്ലോ ആ ഘട്ടത്തിൽ അവർ ചിന്തിച്ചത്. അങ്ങനെയാണെങ്കിൽ ഒരു ഘട്ടം കഴിയുമ്പോഴേക്കും പ്രപഞ്ചത്തിന്റെ വികാസം അവസാനിച്ച് പ്രപഞ്ചം സ്റ്റഡി ആയിട്ട് തന്നെ നിൽക്കാൻ തുടങ്ങും. അങ്ങനെ തന്നെ അത് തുടർന്നു പോകുമെന്നാണ് പല ഗവേഷകരും പറയുന്നത്. ചില ഗവേഷകരൊക്കെ പറയുന്നത് അത് പിന്നിലേക്ക് പോകുമെന്നാണ്. ഞാൻ പറഞ്ഞതുപോലെ പന്ത് നിലത്തേക്ക് വീഴുന്നത് പോലെ ആ രീതിയിൽ പ്രപഞ്ചം ആ സിംഗുലാരിറ്റി പോയിന്റിലേക്ക് തന്നെ മടങ്ങിപ്പോകും. പ്രപഞ്ചം അങ്ങനെ അവസാനിക്കും. അതിനെ അവർ ബിഗ് ക്രഞ്ച് എന്ന പേരുകൊണ്ടാണ് വിശേഷിപ്പിച്ചത്. നിങ്ങൾ ഇതിന്റെ പേരിൽ നിങ്ങളുടെ ഹോംവർക്ക് ചെയ്യാതിരിക്കണ്ട, നാളെ പണിക്ക് പോകാതിരിക്കണ്ട, ലോൺ ഉണ്ടെങ്കിൽ അത് അടയ്ക്കാതെ ഇരിക്കുകയും വേണ്ട. പ്രപഞ്ചം അവസാനിക്കുമല്ലോ, പിന്നെ എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്, എന്തിനാണ് ഹോംവർക്ക് ചെയ്യുന്നത്, എന്തിനാണ് പണിയെടുക്കുന്നത്? പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാണെങ്കിൽ പോലും അത് നടക്കാൻ പോകുന്നത് കോടാനുകോടി വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ ലോൺ അടയ്ക്കാതിരുന്നു കഴിഞ്ഞാൽ അത് നിങ്ങളെ തന്നെ ബാധിക്കുന്നതാണ്. എന്നാൽ ഏറ്റവും പുതിയ പഠനങ്ങൾ പറയുന്നത്
ഇത് സംഭവിക്കുകയില്ല, ഈ പ്രപഞ്ചത്തിന് ഇങ്ങനൊരു അവസാനം ഉണ്ടാവുകയില്ല എന്നാണ്. അതിന്റെ കാരണം ഈ തീവ്രമായിട്ടുള്ള വികാസമാണ്. എങ്കിൽ പോലും പല ഗവേഷകരും ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് ബിഗ് ക്രഞ്ച് തിയറിയിൽ. എന്തായാലും നമുക്ക് ആ എക്സ്പാൻഷനിലേക്ക് മടങ്ങിപ്പോകാം, ഡാർക്ക് എനർജിയിലേക്ക് മടങ്ങിപ്പോകാം. കോടാനുകോടി വർഷം കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നതെങ്കിൽ ഇതുകൊണ്ട് നമുക്കെന്ത് നേട്ടമാണുള്ളത്? ഇത് പഠിക്കുന്നത് കൊണ്ട് നമുക്കെന്തെങ്കിലും പ്രയോജനമുണ്ടോ? പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. GPS-ന്റെ ഒരു സാങ്കേതിക വിദ്യ ഉണ്ടായി വന്നത് ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള വളരെ ക്രേസി ആയിട്ടുള്ള, വളരെ വിചിത്രമായിട്ടുള്ള ചില ചിന്തകളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയുമായിരുന്നു. GPS കണ്ടുപിടിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള എന്തെങ്കിലും ഒരു പരീക്ഷണമായിരുന്നില്ല. ആൽബർട്ട് ഐൻസ്റ്റീന്റെ ഒരു ചിന്തയായിരുന്നു. പ്രകാശത്തിന്റെ വേഗതയിൽ ഒന്നിനും തന്നെ സഞ്ചരിക്കാൻ സാധിക്കുന്നതല്ല, പക്ഷേ പ്രകാശത്തിന്റെ വേഗതയിൽ ഏതെങ്കിലും ഒരു പദാർത്ഥം സഞ്ചരിക്കുകയാണെങ്കിൽ എന്ത് മാറ്റമായിരിക്കും സംഭവിക്കുക? അതിനെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തു. ഇത് കേൾക്കുമ്പോൾ മിക്കവരും പറയുക അതുകൊണ്ട് മനുഷ്യന് ഒരു പ്രയോജനവുമില്ല, വെറുതെ പാഴായിട്ടുള്ള ശ്രമങ്ങൾ മാത്രമാണ്. പ്രപഞ്ചത്തിൽ അങ്ങനെ ഏതെങ്കിലും ഒരു പദാർത്ഥം അത്തരത്തിൽ സഞ്ചരിക്കുകയാണെങ്കിൽ തന്നെ മനുഷ്യൻ അതുകൊണ്ട് എന്ത് പ്രയോജനമാണ്? മനുഷ്യന്റെ ജീവൻ സംരക്ഷിക്കാനായിട്ട് സാധിക്കുമോ? എന്തെങ്കിലും നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുമോ? നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഇതേ ചിന്താഗതി തന്നെ, ഇതേ പരീക്ഷണം തന്നെ GPS-ന്റെ അടിസ്ഥാനമായിട്ട് മാറുകയാണ്. ഇപ്പോൾ GPS ഉപയോഗിക്കാത്തതായിട്ട് ആരും തന്നെ ഇല്ല. എവിടേക്ക് യാത്ര പുറപ്പെടണമെങ്കിലും നമ്മൾ GPS ഉപയോഗിക്കും. അതുപോലെ പ്രപഞ്ചത്തിന്റെ ഈ എക്സ്പാൻഷനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൽ നിന്നും ഒരുപാട് സാങ്കേതിക വിദ്യകൾ നമ്മളിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഗവേഷകർ ടെലസ്കോപ്പിലൂടെ നോക്കിയപ്പോൾ പ്രപഞ്ചം വികസിക്കുകയായിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞു. ആ വികാസത്തിന്റെ വേഗത വർദ്ധിക്കുന്നു എന്നൊക്കെ അവർ മനസ്സിലാക്കി എന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ ഗവേഷകർക്ക് അതെങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത്? ടെലസ്കോപ്പിലൂടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോഴുള്ള കാഴ്ചയല്ലേ. അപ്പം മുമ്പുണ്ടായിരുന്ന വേഗത എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? കുറെ കഴിയുമ്പോൾ അതിന്റെ വേഗത ഇതിനേക്കാൾ വർദ്ധിക്കും. സെക്കൻഡുകൾ കഴിയും തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഭൂമിയിൽ നിന്നുകൊണ്ട് ടെലസ്കോപ്പുകളുടെ സഹായത്താൽ നമുക്ക് എങ്ങനെയാണ് പറയാൻ സാധിക്കുക? ഒരു CCTV ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പാസ്റ്റിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാമായിരുന്നു. നമ്മുടെ വീട്ടിലൊരു CCTV ഉണ്ടെങ്കിൽ ഇന്നലെ നടന്ന സംഭവങ്ങൾ നമുക്ക് കാണാം, മിനിഞ്ഞാന്ന് നടന്ന സംഭവങ്ങൾ കാണാം, ആഴ്ചകൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങൾ പോലും നമുക്ക് കാണാം. പക്ഷേ അത്തരത്തിലുള്ള ഒരു CCTV സാങ്കേതിക വിദ്യ ഉണ്ടോ? ഉണ്ടെന്ന് നമുക്ക് ഒരർത്ഥത്തിൽ പറയാൻ സാധിക്കും. കാരണം ടെലസ്കോപ്പ് ദിവസങ്ങളായിട്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പഴയ ദൃശ്യങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെയും കഴിഞ്ഞ വർഷങ്ങളിലെയും 10 വർഷം മുമ്പുള്ള കാഴ്ചകളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ആ ദൃശ്യങ്ങളൊക്കെ നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരേ കാഴ്ച തന്നെയാണ്. കാര്യമായിട്ടുള്ള ഒരു വ്യത്യാസവും ഈ ദൃശ്യങ്ങളിലൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഒരു 10 വർഷം മുമ്പുള്ളതോ ഒരു 20 വർഷം മുമ്പുള്ള ദൃശ്യമാണെങ്കിൽ പോലും ഇപ്പോൾ അതേ ടെലസ്കോപ്പ് ഉപയോഗിച്ച് ആ പ്രദേശത്ത് ചിത്രീകരിച്ചാൽ നമുക്ക് അതേ ചിത്രം തന്നെയായിരിക്കും കിട്ടുക. ചെറിയൊരു വ്യത്യാസമൊക്കെ ചിലപ്പോൾ സംഭവിച്ചേക്കാം. പക്ഷെ അതുകൊണ്ടൊന്നും നമുക്ക് ഈ എക്സ്പാൻഷൻ മനസ്സിലാക്കാൻ സാധിക്കുകയില്ലല്ലോ എന്നായിരിക്കും ചിന്തിക്കുക പലരും. പക്ഷേ നമുക്ക് ചിന്തിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധ്യമാകും. അതിന്റെ കാരണം ഈ പ്രപഞ്ചം തന്നെയാണ്. പ്രപഞ്ചത്തിന്റെ കഴിഞ്ഞ കാലഘട്ടത്തെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു ടൈം ട്രാവലിംഗ് മെഷീൻ ഒന്നും വേണ്ട. ഈ ടെലസ്കോപ്പുകൾ ഉപയോഗിച്ചിട്ട് ഈ പ്രപഞ്ചത്തെ ഒന്ന് നോക്കിയാൽ മാത്രം മതി. ഉദാഹരണത്തിന് നമ്മളിൽ നിന്നും 1000 പ്രകാശവർഷം അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു നക്ഷത്രം. ആ നക്ഷത്രത്തെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് 1000 വർഷം മുമ്പുള്ള കാര്യങ്ങളാണ്. കാരണം ഒരു വസ്തുവിനെ നമുക്ക് കാണാൻ സാധ്യമാകുന്നത് ആ വസ്തു ഉണ്ടാക്കുന്ന പ്രകാശമോ അല്ലെങ്കിൽ ആ വസ്തുവിൽ വന്ന് തട്ടി നമ്മളിലേക്ക് വരുന്ന പ്രകാശമോ നമ്മുടെ കണ്ണിൽ, അതുമല്ലെങ്കിൽ നമ്മുടെ ടെലസ്കോപ്പിൽ വന്ന് പതിക്കുമ്പോൾ മാത്രമാണ്. 1000 പ്രകാശവർഷം അകലെയുള്ള നക്ഷത്രം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മളും ആ നക്ഷത്രവും തമ്മിലുള്ള ദൂരമാണ്. പ്രകാശം 1000 കൊല്ലം അവിടെ നിന്ന് യാത്ര ചെയ്താൽ മാത്രമേ നമ്മുടെ ടെലസ്കോപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ കണ്ണിൽ വന്ന് പതിയൂ. അതായത് നമ്മൾ കാണുന്നത് 1000 വർഷം മുമ്പുണ്ടായ പ്രകാശമാണ് അല്ലെങ്കിൽ ഫോട്ടോൺ ആണ്. അതായത് 1000 വർഷം മുമ്പുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരു 10000 പ്രകാശവർഷം അകലെയുള്ള ഗ്രഹത്തിലെ ഒരു ഏലിയനെ നമുക്ക് കാണാൻ സാധിച്ചു എന്ന് കരുതുക. ആ ഏലിയൻ നമ്മളെക്കാൾ വളരെ പ്രാകൃതനായിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന് കരുതുക. നിങ്ങൾ അതോർത്ത് സന്തോഷിക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം നമ്മൾ കാണുന്നത് 10000 വർഷങ്ങൾക്ക് മുൻപുള്ള ഏലിയനെയാണ്. 10000 വർഷം കഴിയുമ്പോൾ അവന്റെ സാങ്കേതിക വിദ്യ ഒരുപാട് വികസിച്ചിട്ടുണ്ടായിരിക്കും, നമ്മളെക്കാൾ പുരോഗതിയിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരിക്കാം. ഇനി നമുക്ക് എക്സ്പാൻഷനിലേക്ക് വരാം. 1000 പ്രകാശവർഷം അകലെയുള്ള നക്ഷത്രം എങ്ങനെയാണെന്ന് നമുക്കറിയാം. 10000 പ്രകാശവർഷം മുമ്പുള്ള നക്ഷത്രം എങ്ങനെയാണെന്ന് നമുക്ക് ടെലസ്കോപ്പിലൂടെ കാണാം. അതൊക്കെ തന്നെ നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ തന്നെ ഉള്ളതാണ്.
പക്ഷേ നമ്മളൊരു ലക്ഷക്കണക്കിന് പ്രകാശവർഷം അകലെയുള്ള ഒരു ഗാലക്സിയിലേക്ക് നോക്കുക. അവിടെയുള്ള ഗാലക്സിയെ നിരീക്ഷിച്ചിട്ട് അതിനേക്കാൾ വളരെയധികം അകലെയുള്ള, വളരെയധികം പ്രകാശവർഷങ്ങൾ അകലെയുള്ള ഗാലക്സിയെ നമ്മൾ നോക്കുക. രണ്ടിന്റെ വേഗത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. എത്രമാത്രം വേഗതയിലാണ് നമ്മൾ നിന്നും അകന്നു പോകുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ അകലെയുള്ള ഗാലക്സിയെയും അടുത്തുള്ള ഗാലക്സിയെയും നമുക്ക് എങ്ങനെയാണ് വേർതിരിക്കാൻ സാധിക്കുന്നത്? നമ്മൾ നോക്കുമ്പോൾ ഒരു പാച്ച് ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ ഒരു പ്രകാശത്തിന്റെ കുറേയധികം പാച്ചുകളായിട്ടാണ് ഓരോ ഗാലക്സികളെയും കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ ചില ബിന്ദുവായിട്ടൊക്കെ പോലും നമുക്ക് വളരെ അകലെയുള്ള ഗാലക്സിയെ കാണാൻ സാധിക്കും. പക്ഷേ അതിലേതാണ് അകലെയുള്ളത്, ഏതാണ് അടുത്തുള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നമ്മൾ രാത്രിയിൽ ആകാശത്തുള്ള നക്ഷത്രങ്ങളെ ഒന്ന് നോക്കുക. നമുക്ക് ഗാലക്സി വിടാം, നക്ഷത്രങ്ങളെ ഒന്ന് നോക്കാം. നക്ഷത്രങ്ങളിൽ ചിലതൊക്കെ നല്ല വലിപ്പത്തിൽ കാണാൻ സാധിക്കും, ചിലതൊക്കെ വളരെയധികം ചെറുതാണ്. അതിൻ്റെ അർത്ഥം വലിപ്പത്തിലുള്ളത് നമ്മുടെ അടുത്താണെന്നാണോ? വലിപ്പം കുറവുള്ള, വളരെയധികം പ്രയാസപ്പെട്ട് മാത്രം കാണാൻ സാധിക്കുന്നത് വളരെ അകലെയുള്ളതാണോ? നോർമലി നമ്മൾ അങ്ങനെ ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കുന്നത് യാഥാർത്ഥ്യമാകണമെങ്കിൽ ഇവിടെയുള്ള സകല നക്ഷത്രങ്ങളും ഒരേ തരത്തിലുള്ള, ഒരേ വലിപ്പത്തിലുള്ള, ഒരേ പ്രകാശം ഉൽപ്പാദിപ്പിക്കുന്ന നക്ഷത്രങ്ങളായിരിക്കണം. പക്ഷെ അങ്ങനെയല്ല. നിരവധി നക്ഷത്രങ്ങൾ വ്യത്യസ്തരായിട്ടുള്ള നക്ഷത്രങ്ങളാണ്. ഒരേ ടൈപ്പുള്ള നക്ഷത്രങ്ങളുണ്ട്, പക്ഷേ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള നക്ഷത്രങ്ങളുണ്ട്. നമ്മുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം അത് പ്രോക്സിമ സെന്റോറി നക്ഷത്രമാണ്. ആൽഫ സെന്റോറി സ്റ്റാർ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രോക്സിമ സെന്റോറിയാണ്. ആ നക്ഷത്രത്തെ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഏറ്റവും അടുത്താണ്, വെറും 4 പ്രകാശവർഷം മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരിക്കലും നമുക്കത് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുകയില്ല. കാരണം അത് അത്രയും അധികം ചെറിയ, കുറച്ച് മാത്രം പ്രകാശം ഉൽപ്പാദിപ്പിക്കുന്ന റെഡ് ഡ്വാർഫ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു നക്ഷത്രമാണ്. നമ്മുടെ സൂര്യനേക്കാൾ തീവ്രത കുറഞ്ഞ, കുറച്ച് മാത്രം ഇന്റൻസിറ്റി പ്രകാശം ഉൽപ്പാദിപ്പിക്കുന്ന നക്ഷത്രമാണ്. ആ നക്ഷത്രത്തെ നമുക്ക് കാണാൻ സാധിക്കത്തില്ല, പക്ഷെ അതാണ് ഏറ്റവും അടുത്തുള്ളത്. അതുകൊണ്ട് തന്നെ നക്ഷത്രത്തിന്റെ വലിപ്പം വെച്ചിട്ട് നമുക്കത് പറയാൻ സാധിക്കുകയില്ല. ഒരേ വലിപ്പമുള്ള നക്ഷത്രങ്ങൾ ഒന്ന് അടുത്താണ്, ഒന്ന് അകലെയാണെങ്കിൽ അതിനെ നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ ഗാലക്സിയിൽ ഏതാണ് നമ്മുടെ അടുത്തുള്ളത്, ഏതാണ് നമ്മുടെ അകലെയുള്ളതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? അതിനൊരു മാർഗമുണ്ട്. പ്രപഞ്ചം തന്നെ സൃഷ്ടിച്ചെടുത്ത ഒരു മാർഗം, നമ്മളെ സഹായിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തു തന്ന ഒരു മാർഗം. അതാണ് ടൈപ്പ് 1a സൂപ്പർനോവ. സൂപ്പർനോവ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് വളരെയധികം മാസുള്ള, വളരെയധികം വലിപ്പമുള്ള നക്ഷത്രങ്ങളുടെ ഒടുക്കമുണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ്. നമ്മുടെ നക്ഷത്രമായിട്ടുള്ള സൂര്യൻ അതൊരു മിഡിൽ സൈസ്ഡ് നക്ഷത്രമാണ്. അതൊരിക്കലും ഒരു സൂപ്പർനോവയ്ക്ക് കാരണമായി മാറില്ല. പക്ഷേ സൂര്യനേക്കാൾ ഏറ്റവും കുറഞ്ഞത് ഒരു 8 ഇരട്ടിയെങ്കിലും മാസ് ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു സൂപ്പർനോവയിൽ കലാശിക്കുന്നതാണ്. ഒരു വലിയ സ്ഫോടനം അല്ലെങ്കിൽ ഒരു ഇംപ്ലോഷൻ അവിടെ സംഭവിക്കുന്നതാണ്. അതിനെ തുടർന്ന് വലിയ പ്രകാശം തന്നെ നമുക്ക് കാണാൻ സാധ്യമാകും. ടെലസ്കോപ്പിലൂടെ വളരെ അകലെയുള്ള സൂപ്പർനോവയെ പോലും നമുക്ക് കാണാൻ സാധ്യമാകും. ഈ സൂപ്പർനോവയാണ് ടൈപ്പ് 1a സൂപ്പർനോവ എന്നുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. ഈ സൂപ്പർനോവയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഏത് നക്ഷത്രവും ഇത്തരത്തിലുള്ള ഒരു സൂപ്പർനോവയ്ക്ക് കാരണമായി കഴിഞ്ഞാൽ ആ സൂപ്പർനോവ സൃഷ്ടിക്കുന്ന പ്രകാശം ഒരുപോലെയാണ്. ഒന്നാമത്തെ കാര്യം, ഏതാണ്ട് ഒരേ തരത്തിലുള്ള നക്ഷത്രങ്ങളാണ് ഈ സൂപ്പർനോവയ്ക്ക് കാരണമായി മാറുന്നത്. സൂര്യനാകില്ല എന്ന് ഞാൻ പറഞ്ഞു. സൂര്യനേക്കാൾ നിശ്ചിത മാസ് കൂടുതലുള്ള നക്ഷത്രങ്ങൾ മാത്രമേ ഈ ഒരു സൂപ്പർനോവയ്ക്ക് കാരണമായി മാറത്തുള്ളൂ. അങ്ങനെയുള്ള സൂപ്പർനോവകൾ സംഭവിക്കുമ്പോൾ അതുണ്ടാക്കുന്ന പ്രകാശം തുല്യമായിരിക്കും. അത് എത്രമാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ വളരെ അകലെയുള്ള ഒരു നക്ഷത്രം സൂപ്പർനോവ സൃഷ്ടിക്കുമ്പോൾ അത് എത്രമാത്രം അകലെയാണെന്ന് മനസ്സിലാക്കാം. അടുത്തുള്ള ഒരു നക്ഷത്രമാണ് സൂപ്പർനോവ സൃഷ്ടിക്കുന്നതെങ്കിൽ അത് എത്രമാത്രം അടുത്താണെന്നും മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ ഗാലക്സിയിലും അനവധി നക്ഷത്രങ്ങളുണ്ട്, കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്. അങ്ങനെയുള്ള ഗാലക്സികളിൽ ഒരു നക്ഷത്രം ടൈപ്പ് 1a സൂപ്പർനോവയ്ക്ക് വിധേയമായി കഴിഞ്ഞാൽ ആ ഗാലക്സി എത്രമാത്രം അകലെയാണെന്ന് മനസ്സിലാക്കാം. അങ്ങനെ ഓരോ ഗാലക്സികളെയും ടൈപ്പ് 1a സൂപ്പർനോവയിലൂടെ അതിൻ്റെ അകലം മനസ്സിലാക്കാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ അകലെ ഉള്ളത് അത് ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ഏറ്റവും പഴക്കമുള്ള പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ വേഗതയിലായിരുന്നു എക്സ്പാൻഷൻ നടന്നതെന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുക. ഞാൻ പറഞ്ഞു വന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുക? അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അതങ്ങനെയല്ല. അവിടെ ഒരു ചെറിയ പിശകുണ്ട്. പക്ഷേ ആ പിശകിനെ കുറിച്ച് എനിക്കിപ്പോൾ പറയാൻ സാധിക്കുകയില്ല. അതിനു മുൻപ് ചില വിശദാംശങ്ങൾ കൂടി തന്നിട്ട് നമുക്ക് അതിലേക്ക് കിടക്കാം. ആ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ 1-2 കാര്യങ്ങൾ കൂടി എനിക്ക് കൂട്ടിച്ചേർക്കണം. നമ്മൾ പറഞ്ഞു വന്നത്
ടൈപ്പ് 1A സൂപ്പർനോവയെ കുറിച്ചാണ്. അതിന് ഗവേഷകർ മനോഹരമായിട്ടുള്ള ഒരു പേര്, ഒരു പൊയറ്റിക് ആയിട്ടുള്ള ഒരു പേരും കൊടുത്തു, സ്റ്റാൻഡേർഡ് ക്യാൻഡിൽ. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എവിടെ പോയാലും അതുപോലെ തന്നെ ആയിരിക്കണം. ഉദാഹരണത്തിന് നമ്മുടെ പെൻഡ്രൈവ്, USB പോർട്ട്. അപ്പോൾ ആ USB പോർട്ട് എല്ലാ ലാപ്ടോപ്പിലും ഉണ്ട്. നമ്മൾ ആ പെൻഡ്രൈവ് എവിടെ കൊണ്ടുപോയാലും ആ ലാപ്ടോപ്പിൽ നമുക്കത് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. എല്ലായിടത്തും എവിടെ പോയാലും ഒരേ രീതിയിൽ പ്രകാശം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു നക്ഷത്രം. അത് നക്ഷത്രമല്ല, ശരിക്കും നക്ഷത്രത്തിന്റെ ഒടുക്കമുണ്ടാകുന്ന സ്ഫോടനമാണ്. ഇതിലൂടെ നമുക്ക് ഈ അകലം മനസ്സിലാക്കാൻ സാധിക്കും. ഇതിലൂടെ മാത്രമല്ല, ഇത് മാത്രം മതിയാവുകയില്ല. ഇത് അകലം മാത്രമേ നമുക്ക് പറഞ്ഞു തരികയുള്ളൂ. അത് എത്രമാത്രം വേഗതയിലാണ് അകന്നു പോകുന്നതെന്നും അത് എത്രമാത്രം വേഗതയിലാണ് അടുത്തു വരുന്നതെന്നും കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ടല്ലോ. അതിനുവേണ്ടി ഒരു സയൻസ് തിയറി കൂടി ഉപയോഗിക്കുന്നുണ്ട്. അതാണ് ഡോപ്ലർ ഷിഫ്റ്റ്. നമ്മൾ മിക്ക ആളുകളും സ്കൂൾ തലത്തിൽ തന്നെ, എനിക്കൊന്ന് +1 +2 ചിലപ്പോൾ ഒരു പക്ഷേ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു തിയറിയാണ്. ആ തിയറി നമുക്ക് ആസ്ട്രോഫിസിക്സിലും ഉപയോഗിക്കാൻ സാധിക്കും. ആ തിയറി അനുസരിച്ച് നമ്മളിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന വസ്തുക്കൾ റെഡ് ഷിഫ്റ്റ് ഉണ്ടാക്കുന്നതാണ്. എന്താണ് റെഡ് ഷിഫ്റ്റ്? നമുക്കറിയാം, പ്രകാശം എന്ന് പറയുന്നത് കുറേ അധികം നിറങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. ന്യൂട്ടനാണ് വർഷങ്ങൾക്ക് മുൻപ് അത് നമുക്ക് പറഞ്ഞു തന്നത്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ വലിയ രീതിയിലുള്ള പ്ലേഗ് ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ മുറിയിൽ അടച്ചുപൂട്ടിയിരിക്കുകയായിരുന്നു. പക്ഷെ വെറുതെ ഇരിക്കുകയായിരുന്നില്ല. ചെറുപ്പക്കാരനായിരുന്നു അദ്ദേഹത്തിന്, അന്ന് വലിയ പ്രായമൊന്നുമില്ല. ആ കാലഘട്ടത്തിൽ അദ്ദേഹം അവിടെ നിരവധി പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന നിരവധി പരീക്ഷണങ്ങൾ അവിടെ ഉരുത്തിരിഞ്ഞുണ്ടായി. ആ കൂട്ടത്തിലുള്ള ഒരു കണ്ടുപിടുത്തമായിരുന്നു നമ്മുടെ സൂര്യന്റെ പ്രകാശത്തിൽ അടങ്ങിയിരിക്കുന്ന സ്പെക്ട്രത്തെ കുറിച്ചുള്ള ഒരു പരീക്ഷണം. ഒരു പ്രിസം ഉപയോഗിച്ച് ഈ സൂര്യന്റെ പ്രകാശത്തെ നമ്മൾ കടത്തി വിടുകയാണെങ്കിൽ വെളിയിലേക്ക് വരുന്നത് സൂര്യന്റെ ആ വെളുത്ത നിറത്തിലുള്ള പ്രകാശമല്ല, മറിച്ച് 7 നിറങ്ങളാണ്. റെയിൻബോ അല്ലെങ്കിൽ മഴവില്ലിൽ കാണാൻ സാധിക്കുന്നത് പോലുള്ള 7 നിറങ്ങൾ. റെഡ് എന്ന് പറയുന്ന ഒരു തരംഗം ഈ പ്രകാശത്തിലുണ്ട്. നമ്മൾ നക്ഷത്രത്തിൽ നോക്കുമ്പോൾ നക്ഷത്രത്തിൽ നമുക്ക് വെള്ള നിറമാണ് കാണാൻ സാധിക്കുന്നത്. അതിന്റെ അർത്ഥം അതിന് 7 നിറങ്ങളും ഉണ്ടെന്നാണ്. പക്ഷേ അത് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളിലേക്ക് എത്തിച്ചേരുന്നത് ചുവന്ന പ്രകാശമായിരിക്കും. അതിനെയാണ് നമ്മൾ റെഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അതായത് അവിടുത്തെ പ്രകാശം റെഡിന് നേരെ മാറുന്നതാണ്. അതേസമയം അത് നമ്മുടെ അരികിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ അവിടെ സംഭവിക്കുന്നത് ബ്ലൂ ഷിഫ്റ്റ് ആണ്. അതായത് വിബ്ജ്യോറിലെ ആ വയലറ്റ് ബ്ലൂവിന്റെ ഭാഗത്തേക്ക് ആ പ്രകാശങ്ങൾ മാറുന്നതാണ്. വയലറ്റ് നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന ഒരു നിറമല്ല, നമ്മൾ പറയുന്ന ഒരു നിറമല്ല. മിക്കപ്പോഴും വയലറ്റിനെ നമ്മൾ ബ്ലൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ബ്ലൂ ഷിഫ്റ്റ് എന്നാണ് ഗവേഷകർ പറയുന്നത്. അപ്പോൾ ഇതിലൂടെ സ്റ്റാൻഡേർഡ് ക്യാൻഡിലിലെ ഡോപ്ലർ ഷിഫ്റ്റിലൂടെ അത് ആ ഗാലക്സി അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണോ, അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണോ, എത്രമാത്രം വേഗതയിലാണ് അകന്നു പോകുന്നത്, എത്രമാത്രം വേഗതയിലാണ് നമ്മുടെ നേർക്ക് അടുത്ത് വരുന്നതെന്ന് മനസ്സിലാക്കാൻ സാധ്യമായി. പക്ഷേ ഇതത്ര എളുപ്പമുള്ള ഒരു കാര്യമൊന്നുമല്ല. ഈ ടൈപ്പ് 1A സൂപ്പർനോവ അത് ഒരു ഗാലക്സിയിൽ വിരളമായി നടക്കുകയുള്ളൂ, എപ്പോഴും നടക്കുകയില്ല. അതങ്ങനെ നടന്നാൽ തന്നെ കുറച്ചു നാൾ കഴിയുമ്പോൾ ആ കാഴ്ച മങ്ങി ഇല്ലാതെയായി അത് ഒരു നെബുലയായിട്ട് മാറുന്നതാണ്. അപ്പോൾ നിരന്തരമായിട്ട് തന്നെ നമ്മളൊരു പ്രദേശത്ത് നിരീക്ഷിക്കണം. നിരന്തരമായി നിരീക്ഷിക്കുന്നത് കൂടാതെ പല സ്ഥലങ്ങളിലെ കാഴ്ചകളും നമുക്ക് കാണണം. നമ്മുടെ ടെലസ്കോപ്പുകൾ ധാരാളമായിട്ടുണ്ടെങ്കിൽ പോലും എല്ലാ ഭാഗത്തെ കാഴ്ചകളും ഒരുപോലെ നമുക്ക് കേന്ദ്രീകരിച്ച് കാണാൻ സാധിക്കുന്നതല്ല. പക്ഷേ നമ്മുടെ ഗ്രൗണ്ട് ബേസ്ഡ് ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ടെലസ്കോപ്പുകൾക്ക് ഒരു വൈഡ് ഏരിയ, കുറെ വിശാലമായിട്ടുള്ള സ്ഥലങ്ങൾ കാണാൻ സാധിക്കും. പക്ഷേ കൂടുതൽ റെസൊല്യൂഷനിൽ, അതായത് വളരെ ഡെപ്ത് ആയിട്ട് നമുക്ക് കാഴ്ചകൾ കാണാൻ സാധിക്കുകയില്ല. ഉദാഹരണത്തിന് ജെയിംസ് വെബും ഹബിളും ഒക്കെ വളരെ അകലെയുള്ള കാഴ്ചകൾ നമുക്ക് നല്ല റെസൊല്യൂഷനിൽ കാണാൻ നമ്മളെ സഹായിക്കും. പക്ഷേ അതിന് വളരെ വിശാലമായിട്ടുള്ള ഒരു ആംഗിളൊന്നുമില്ല. ഒരു ചെറിയ ആംഗിളിലാണ് നമുക്ക് ആ കാഴ്ചകൾ കാണാൻ കഴിയുക. പക്ഷേ ഗ്രൗണ്ടിലുള്ള ഭൂമിയുടെ പ്രതലത്തിലുള്ള ടെലസ്കോപ്പുകൾക്ക് വിശാലമായിട്ടുള്ള ഒരു ഏരിയ കാണാൻ സാധിക്കും. ആ ഏരിയയിൽ ഒത്തിരി ഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഒത്തിരി അകലെയുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ടെലസ്കോപ്പുകളുടെ ഈ അപര്യാപ്തതയുണ്ട്. ഈ അപര്യാപ്തത ഒരു വിഷയമാണ്. പിന്നെ ഈ ടൈപ്പ് 1A സൂപ്പർനോവ അത് എപ്പോഴും നടക്കുന്ന ഒരു പ്രതിഭാസമല്ല. അത് നമ്മൾ കുറേയധികം ക്ഷമയോടെ കാത്തിരിക്കണം. ഗവേഷകർ പ്രപഞ്ചത്തിന്റെ എക്സ്പാൻഷനെ കുറിച്ച് മനസ്സിലാക്കി. ആദ്യഘട്ടങ്ങളിൽ പതിഞ്ഞ വേഗതയായിരുന്നു, പിന്നീട് ആ വേഗത വർദ്ധിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. പക്ഷെ ഇവിടെ
ഒരു വിചിത്രമായിട്ടുള്ള ഒരു പ്രതിഭാസം കൂടി നടക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ, അതായത് പ്രപഞ്ചം ഉണ്ടായി വന്ന 1380 കോടി വർഷങ്ങൾക്ക് മുൻപുള്ള ഘട്ടത്തിൽ അങ്ങനെയുള്ള ഒരു എക്സ്പാൻഷനിൽ വർധന ഉണ്ടായിരുന്നില്ല. പ്രപഞ്ചം വികസിക്കുന്നുണ്ട്, എന്നാൽ നമ്മുടെ ചിന്താഗതി അനുസരിച്ച് തന്നെ ആയിരുന്നു പ്രപഞ്ചം കടന്നുപോയത്. സമയം കഴിയുന്നതനുസരിച്ച് അതിൻ്റെ വേഗതയിൽ കുറവ് സംഭവിക്കുന്നുണ്ട്. അങ്ങനെ കുറവ് സംഭവിച്ച് ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ വികാസത്തിൽ വലിയ വർധനവ് സംഭവിച്ചത്. പെട്ടെന്ന് അത് കൂടുതൽ ഫാസ്റ്ററായിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങിയത്. അത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 500 കോടി വർഷങ്ങൾക്ക് മുൻപാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ഇനിയും അത് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വർദ്ധിക്കാനുള്ള ഒരു കാരണമായിട്ട് ഗവേഷകർ പറയുന്നത് ഡാർക്ക് എനർജിയുടെ സാന്നിധ്യമാണ്. 68% ഡാർക്ക് എനർജി, 27% ഡാർക്ക് മാറ്റർ, 5% നമുക്ക് കാണാൻ സാധിക്കുന്ന, ഇന്ററാക്ട് ചെയ്യാൻ സാധിക്കുന്ന നോർമൽ മാറ്റർ. കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ ഒരു കമന്റിലൂടെ എന്നോട് ചോദിക്കുകയുണ്ടായി, ഇതെങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ കൃത്യമായിട്ട് 27%, 68%, 5% എന്നൊക്കെ പറയാൻ സാധിക്കുന്നത്? ആരെങ്കിലും ഊഹിച്ചു പറയുന്നതാണ്. ഗവേഷകർക്ക് പെട്ടെന്ന് മനസ്സിൽ തോന്നുന്നൊക്കെ 68 കാണും, ഇതൊരു 27 കാണും, ബാക്കിയുള്ളത് 5 കാണും. അങ്ങനെ പറയുന്നത് ശാസ്ത്രമല്ല, അത് അശാസ്ത്രീയമായിട്ടുള്ള കാര്യമാണ്. ഇത് കൃത്യമാണ്. 68 എന്ന് പറയുന്നത് കൃത്യം 68 തന്നെയാണ്, അത് 100% ഉറപ്പാണ്. 27 എന്ന് പറയുന്നത് കൃത്യം 27% തന്നെയാണ്. പക്ഷേ എങ്ങനെയാണ് അങ്ങനെ 68, 27 എന്നൊക്കെ പറയാൻ സാധ്യമായത്? അതിൻ്റെ കാരണം ഒരു ചിത്രമാണ്. നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രം, ഇത് പ്രപഞ്ചത്തിന്റെ ചിത്രമാണ്. ആദ്യകാല പ്രപഞ്ചത്തിന്റെ ചിത്രമാണ്. പ്രപഞ്ചത്തിന്റെ ആദ്യത്തെ ചിത്രമാണ്. പ്രപഞ്ചത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എപ്പോഴായിരിക്കും? ആദ്യമായിട്ട് പ്രപഞ്ചത്തിൽ പ്രകാശം ഉണ്ടാകുമ്പോഴാണ്. പ്രപഞ്ചത്തിന്റെ ബിഗ് ബാങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ബിഗ് ബാങ് നടക്കുന്ന ആ വേളയിൽ പ്രകാശം ഉണ്ടായിട്ടില്ല. ആ സമയത്ത് ആറ്റം പോലും ഉണ്ടായിട്ടില്ല. ആറ്റത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങളാണ്, സബാറ്റോമിക് പാർട്ടിക്കിൾസ് ആണ്. പിന്നീടാണ് ഈ പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ ഉണ്ടായി. പ്രോട്ടോണും ന്യൂട്രോണും കൂടിച്ചേർന്ന് ന്യൂക്ലിയസ് ഉണ്ടാകുന്നതും അതിനു ചുറ്റും ഇലക്ട്രോണുകളൊക്കെ വരുന്നത് പിന്നീടുള്ള ഘട്ടങ്ങളിലാണ്. അങ്ങനെയാണ് ഫോട്ടോൺസ് ഉണ്ടാകുന്നത്. ഈ കാണുന്ന ദൃശ്യം ആദ്യമായി ഫോട്ടോൺ അല്ലെങ്കിൽ ആദ്യമായി പ്രകാശം ഉണ്ടായപ്പോഴുള്ള ദൃശ്യമാണ്. ഇതിനെ നമ്മൾ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ എന്ന പേരിലാണ് അഭിസംബോധന ചെയ്യുന്നത്. ഇതെങ്ങനെ നമുക്ക് ചിത്രീകരിക്കാൻ സാധ്യമായി, ശരിക്കും ഇതെന്താണെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല, ഇതിന്റെ ദൈർഘ്യം ഒന്ന് വികസിച്ചു പോകും. പക്ഷെ CMBR കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. ആ ദൃശ്യത്തിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അത് റഫായിട്ടുള്ള ഒരു കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ. അവിടെ എത്രമാത്രം ഡാർക്ക് മാറ്റർ ഉണ്ട്, ഡാർക്ക് എനർജി ഉണ്ട്, എത്രമാത്രം വിസിബിൾ മാറ്റർ ഉണ്ട് എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷെ പ്രിസൈസ് ആയിട്ട് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഈ ചിത്രം തന്നെ ഉപയോഗിക്കാം. അതിനോടൊപ്പം പ്രപഞ്ചത്തിന്റെ ഇപ്പോഴത്തെ ദൃശ്യം കൂടി നമുക്ക് ഉപയോഗിക്കണം. മാത്തമാറ്റിക്കൽ സിമുലേഷനുകൾ ഉപയോഗിച്ചിട്ട്, സമവാക്യങ്ങൾ ഉപയോഗിച്ചിട്ട് ഇപ്പോഴുള്ള പ്രപഞ്ചത്തെ നമുക്ക് റിവൈൻഡ് ചെയ്ത് ആ ആദ്യ ചിത്രത്തിലെ പ്രപഞ്ചത്തിന്റെ രൂപമാക്കിയിട്ട് അല്ലെങ്കിൽ ഫോട്ടോ ആക്കിയിട്ട് മാറ്റാം. അങ്ങനെ റിവൈൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ദൃശ്യം തന്നെ കിട്ടണം. ഇങ്ങനെ തന്നെ കിട്ടണമെങ്കിൽ അവിടെ കൃത്യമായിട്ടുള്ള അളവിലുള്ള ഡാർക്ക് മാറ്റർ നമ്മൾ ആ സമവാക്യത്തിൽ കൊടുക്കണം, ഡാർക്ക് എനർജി നമ്മൾ കൊടുക്കണം, അതുപോലെ വിസിബിൾ മാറ്ററിന്റെ ശതമാനവും അവിടെ കൊടുക്കണം. അതിലൊരു ചെറിയ മാറ്റം സംഭവിച്ചാൽ പോലും നമ്മളുടെ ഈ ബേബി യൂണിവേഴ്സിന്റെ അല്ലെങ്കിൽ CMBRന്റെ ദൃശ്യം അത് ഇങ്ങനെ ആയിരിക്കില്ല കിട്ടുന്നത്. ഡാർക്ക് എനർജി 0 കൊടുക്കാം. ഡാർക്ക് എനർജി ഇല്ല എന്ന് കരുതുക. ഡാർക്ക് മാറ്ററും വിസിബിൾ മാറ്ററും മാത്രം കൊടുക്കുക. അങ്ങനെ കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് മറ്റൊരു ചിത്രമാണ്, യഥാർത്ഥ CMBR അല്ല. ഇനി ഡാർക്ക് എനർജി ഉണ്ടെന്ന് കരുതുക. ഡാർക്ക് മാറ്റർ നമ്മളിവിടെ ഇല്ല, നമ്മുടെ ഒരു തോന്നലാണ്, നമ്മൾ ഈ കണ്ടെത്തിയൊക്കെ തെറ്റാണ്, പൊട്ടത്തരമാണെന്നൊക്കെ ചിന്തിച്ച് അത് 0 കൊടുത്താലും നമുക്ക് കിട്ടുന്നത് തെറ്റായിട്ടുള്ള ഒരു ചിത്രമാണ്. പക്ഷേ കൃത്യം 68%, 27%, 5% നമ്മൾ ആ സമവാക്യത്തിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് യഥാർത്ഥ ബേബി യൂണിവേഴ്സിന്റെ, യഥാർത്ഥ CMBRന്റെ, യഥാർത്ഥ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷന്റെ ദൃശ്യം തന്നെയാണ്. അതിന്റെ അർത്ഥം ഇതൊരു യാഥാർത്ഥ്യമാണ്. കൃത്യമായിട്ട് നമുക്ക് കണക്ക് കൂട്ടി തന്നെ പറയാൻ സാധിക്കും. 68% ഡാർക്ക് എനർജി, 27% ഡാർക്ക് മാറ്റർ, 5% മാത്രം വിസിബിൾ മാറ്റർ. പ്രപഞ്ചത്തിൽ ഡാർക്ക് എനർജി ഉണ്ട്. അത് എത്ര ശതമാനമുണ്ട് ഗവേഷകർക്ക് അതൊക്കെ കണ്ടെത്താൻ സാധിച്ചു. പക്ഷേ എന്താണ് ഈ ഡാർക്ക് എനർജി? എങ്ങനെയാണ് ഈ ഡാർക്ക് എനർജി ഉണ്ടാകുന്നത്? അത് എങ്ങനെയാണ് പ്രപഞ്ചത്തെ എക്സ്പാൻഡ് ചെയ്യിപ്പിക്കുന്നത്? അതിനെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കേണ്ടതില്ലേ? അതിനെക്കുറിച്ചും മനസ്സിലാക്കാനായിട്ട് ഗവേഷകർ ശ്രമിക്കുന്നുണ്ട്.
അതിൻ്റെ പിന്നിലുള്ള ചില കോൺസെപ്റ്റുകൾ കൂടി ഞാൻ പറയാം. ഒന്ന് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ആ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ഐൻസ്റ്റീൻ്റെ തിയറിയിൽ നിന്നാണ്. എം ടി സ്പേസ് ഈസ് നോട്ട് ആക്ച്വലി എം ടി. ശൂന്യാകാശം, ശൂന്യമായി കിടക്കുന്ന ഒന്നുമില്ലാത്ത സ്പേസ്, അത് ശരിക്കും പറഞ്ഞാൽ ഒന്നുമില്ലാത്ത സ്പേസ് അല്ല. ഐൻസ്റ്റീൻ്റെ തിയറി അനുസരിച്ച് ഒന്നുമില്ലാത്ത സ്പേസിൽ, ശൂന്യമായിട്ടുള്ള ഒന്നുമില്ല, സബാറ്റോമിക് പാർട്ടിക്കിൾസോ അയോണുകളോ ഒന്നുമില്ലാത്ത വെറും ശൂന്യമായ സ്പേസിൽ പാർട്ടിക്കിൾസ് ഉണ്ടായി വരുന്നുണ്ട്. തനിയെ അവിടെ പാർട്ടിക്കിളും ഒരു ആൻറ്റി പാർട്ടിക്കിളും ഉണ്ടാകുന്നു. അപ്പോൾ തന്നെ ഞൊടിയിടയിൽ തന്നെ അങ്ങനെ ഉണ്ടായി വരുന്ന പാർട്ടിക്കിളും ആൻറ്റി പാർട്ടിക്കിളും പരസ്പരം കൂടിച്ചേർന്ന് ഉന്മൂലനത്തിന് അല്ലെങ്കിൽ അൻഹിലേഷന് വിധേയമാകുന്നു. അത് പിന്നെയും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, എല്ലായിടത്തും അങ്ങനെ ആവർത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. അത് പ്രാക്ടിക്കലി തെളിയിക്കാൻ നമുക്ക് സാധ്യമായിട്ടില്ല. അതൊരു കോൺസെപ്റ്റാണ്, ഒരു ഹൈപ്പോത്തറ്റിക്കൽ തിയറി ആയിട്ട് തന്നെ നിലനിൽക്കുകയാണ്. പക്ഷേ അത് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കുമല്ലോ. ഇവിടെ അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ അതായിരിക്കില്ലേ ഡാർക്ക് എനർജിക്ക് കാരണമായി മാറുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇത് ടെസ്റ്റ് ചെയ്യാൻ വളരെ പ്രയാസമാണ്. എങ്ങനെയാണ് ഇത് ടെസ്റ്റ് ചെയ്യുക, ഇത് എങ്ങനെ ടെസ്റ്റ് ചെയ്യണമെന്ന് നമുക്കൊരു ധാരണയുമില്ല. ഈ ഒരു കോൺസെപ്റ്റ് തന്നെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ തിയറി ആയിട്ട് നിലനിൽക്കുകയാണ്. നമ്മുടെ യുക്തി വെച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഇത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുള്ള ഒരു മണ്ടത്തരമാണെന്ന് പോലും നമുക്ക് ചിന്തിക്കേണ്ടി വരും. പക്ഷേ ക്വാണ്ടം മെക്കാനിക്സിന്റെ ഭാഷയിൽ ഇത് തെറ്റാണോ? വളരെയധികം ശരിയാണ്. അത് സാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഈ നോർമലായിട്ടുള്ള പദാർത്ഥങ്ങളുടെ, നമ്മൾ ഈ കാണുന്ന വസ്തുക്കളുടെ വളരെയധികം ഉള്ളിലുള്ള ഒരു ലോകമാണ്. വളരെയധികം ഉള്ളെന്ന് പറയുമ്പോൾ ആറ്റത്തിൻ്റെയും ഉള്ളിലുള്ള സബോറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ ഒരു ലോകമാണ്. അവിടെ സംഭവിക്കുന്ന പല കാര്യങ്ങളും വളരെ വിചിത്രമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ ഈ വലിയ ലോകത്ത് നമുക്ക് അതൊക്കെ അസാധ്യമായിട്ടുള്ള കാര്യമായിട്ട് മാത്രമേ ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ, ക്വാണ്ടം ഫിസിക്സിൻ്റെ ലോകത്ത് അതൊക്കെ സാധ്യമായിട്ടുള്ള കാര്യമാണ്. ആ നിയമം അനുസരിച്ച്, ക്വാണ്ടം മെക്കാനിക്സിൻ്റെ നിയമം അനുസരിച്ച് ശൂന്യമായിട്ടുള്ള സ്പേസിൽ പോലും വലിയ അളവിലുള്ള ഊർജമുണ്ട്. അത് കൃത്യമായിട്ട് നമുക്ക് കണക്ക് കൂട്ടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ കണക്ക് കൂട്ടൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഞെട്ടിക്കുന്ന ഒരു കണക്ക് കൂട്ടലാണ്. അത് ഒരു ഗൂഗിൾ പ്ലെക്സ് അളവിലുള്ള ഊർജമായിട്ടാണ് നമുക്ക് കണക്ക് കൂട്ടാൻ സാധ്യമായത്. വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാം, ഗൂഗിൾ പ്ലെക്സ് എന്ന് പറയുന്ന സംഖ്യ എത്രമാത്രം വലുതാണെന്ന്. അത് സെർച്ച് ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് മടിയാണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ എഴുതി കാണിക്കാം. 10⁻100 ആണ് ആ വാല്യൂ. അതായത് 1 എഴുതി അതിൻ്റെ പുറകിൽ 100 പൂജ്യങ്ങൾ എഴുതുമ്പോൾ എത്രമാത്രം വലിയ സംഖ്യയാണോ കിട്ടുന്നത്, അത്രയും വലിപ്പമേറിയിട്ടുള്ള അളവിലുള്ള ഊർജമാണ് ക്വാണ്ടം മെക്കാനിക്സ് നിർവചിക്കുന്നത്. അത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. തിയറികളുടെയും മാത്തമെറ്റിക്കൽ ഇക്വേഷൻ്റെയും അടിസ്ഥാനത്തിൽ മാത്രം പറയാൻ സാധിക്കുന്നതാണ്. പക്ഷേ അത് കുറച്ച് ഓവറല്ലേ? അതെ, അത് വളരെയധികം ഓവറാണ്. നമ്മുടെ ഡാർക്ക് എനർജിക്ക് അത്രയും അധികം ഊർജത്തിൻ്റെ ആവശ്യമില്ല. അത്രയും അധികം ഊർജം ഉണ്ടാകാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ ഡാർക്ക് എനർജി ഇത്രയൊക്കെ ഉണ്ടെന്ന് നമ്മൾ പറയുമ്പോൾ പോലും അത് വളരെ ദുർബലമായിട്ടുള്ള ഒരു ഊർജ്ജമാണ്. ഇത്രയും വലിയ ഊർജ്ജമല്ല. ഫണ്ടമെന്റൽ ആയിട്ടുള്ള 4 ഫോഴ്സുകളെ കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഒന്ന് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, മറ്റൊന്ന് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. ഇങ്ങനെ 4 ഫോഴ്സുകളുണ്ട്. ഈ 4 ഫോഴ്സുകളിൽ ഏറ്റവും ദുർബലമായിട്ടുള്ളത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇത് എന്തൊക്കെയാണ് ഈ ഫോഴ്സുകൾ, ഇതിന്റെ പ്രത്യേകത എന്താണെന്നൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല, കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. ഏറ്റവും വീക്കായിട്ടുള്ളത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ അതിജീവിക്കാനുള്ള ശേഷി പോലും നമ്മുടെ ഡാർക്ക് എനർജിക്കില്ല. അത്രയും ദുർബലമായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇത്രയും വലിയ ഒരു ഊർജ്ജം നമുക്ക് ആവശ്യമില്ല. ക്വാണ്ടം മെക്കാനിക്സിന്റെ ആ കണക്ക് വെച്ച് നോക്കുമ്പോൾ അതായിരിക്കില്ല ഡാർക്ക് എനർജിക്ക് കാരണം. അതായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കേയില്ല ഈ പ്രപഞ്ചത്തിന്റെ രൂപം തന്നെ വേറെയായി പോയേനെ. അതെന്തുകൊണ്ടാണെന്നും ഞാൻ അവസാന ഘട്ടത്തിൽ പറയാം. കാരണം കുറച്ച് കാര്യങ്ങൾ ഞാൻ അവസാനം പറയാമെന്ന് പറഞ്ഞല്ലോ. അതെല്ലാം എത്തിച്ചേരുന്ന ഒരൊറ്റ പോയിന്റിലേക്കാണ്. എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഒറ്റ കാര്യമായിട്ട് തന്നെ അതിനെക്കുറിച്ച് രേഖപ്പെടുത്താം. അപ്പോൾ ഈ ഒരു തിയറി അത് ചില പ്രാക്ടിക്കൽ ആയിട്ടുള്ള പ്രശ്നമുണ്ട്. പക്ഷേ ഡാർക്ക് എനർജിക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള എനർജി ഈ ഒരു എനർജിയാണ്. മറ്റൊരു കോൺസെപ്റ്റാണ് ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗം പോലുള്ള, അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് പോലെ, ഇലക്ട്രോ മാഗ്നറ്റിസം പോലുള്ള മറ്റെന്തോ ഒരു ഫോഴ്സ് ഉണ്ട്. അടിസ്ഥാനപരമായിട്ടുള്ള 4 ഫോഴ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അതിനർത്ഥം 4 ഉള്ളൂ എന്നല്ല.
ആ 4 നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളൂ. നിലവിൽ ഫിസിക്സിന്റെ ലോകത്ത് ആ 4 ഫോഴ്സുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ 5ാമതൊരു ഫോഴ്സ് കൂടായികയില്ല. ഉണ്ടാകാം, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രം. ആ 5ാമതുള്ള ഒരു ഫോഴ്സ് ആയിരിക്കാം ഈ പറയുന്ന ഡാർക്ക് എനർജിക്ക് കാരണമായി മാറുന്നത്. ഒരു കോൺസെപ്റ്റ് മാത്രമാണ്, ഒരു തെളിവുമില്ല. ഇതിന്റെ പ്രശ്നവും ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. വേറെയും ഒരു കോൺസെപ്റ്റ് ഉണ്ട്. വളരെയധികം വലിപ്പമുള്ള, വളരെയധികം മാസീവായിട്ടുള്ള ചില പദാർത്ഥങ്ങളുണ്ട്. ആറ്റങ്ങൾ കൊണ്ടാണല്ലോ നമ്മുടെ നോർമലായിട്ടുള്ള മാറ്റർ, നമുക്ക് കാണാൻ സാധിക്കുന്ന മാറ്ററുകൾ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ വളരെയധികം വലിപ്പമുള്ള, നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റാത്ത, നമുക്ക് കാണാൻ സാധിക്കാത്ത സബാറ്റോമിക് പാർട്ടിക്കിൾ ഉണ്ട്. അതിന് വളരെയധികം മാസ് ഉണ്ട്. എത്രമാത്രം മാസാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിഭീകരമായിട്ടുള്ള മാസാണ്. പക്ഷെ അതിൻ്റെ മാസ് ഒരിക്കലും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണിനേക്കാൾ വലുതായിരിക്കില്ല. നിങ്ങൾ കേട്ടത് ശരിയാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഫോണിന് വലിയ മാസൊന്നും ഇല്ലല്ലോ, കയ്യിൽ വളരെ നിസ്സാരമായിട്ട് പിടിക്കാൻ സാധിക്കുമെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് ബേസിക് ബ്ലോക്കിനെ കുറിച്ചാണ്, നമ്മുടെ ആറ്റം പോലുള്ള പദാർത്ഥങ്ങളെ കുറിച്ചാണ്. ആറ്റത്തിന് എത്രമാത്രം മാസമുണ്ട്? വളരെ നിസ്സാരമായിട്ടുള്ള വളരെ വളരെ ചെറിയ മാസാണ് ഒരു ആറ്റത്തിൽ അടങ്ങിയിരിക്കുന്നത്. അത്തരത്തിൽ കോടാനുകോടി ആറ്റങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ ഫോൺ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഡാർക്ക് എനർജിയെ കുറിച്ചാണ്. ഡാർക്ക് എനർജി ഒരു പക്ഷേ ഒരു മാറ്റർ ആയിരിക്കാം. മാറ്റർ ആണോ അല്ലയോ എന്ന് നമുക്ക് ഇപ്പോഴും അറിയുകയില്ല. അങ്ങനെ ഒരു മാറ്റർ ആണെങ്കിൽ അത് ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റങ്ങൾ കൊണ്ടായിരിക്കുകയില്ല, വേറെന്തോ ഒരു പദാർത്ഥം പോലെ ആയിരിക്കും. ഡാർക്ക് മാറ്റർ പോലുള്ള വേറെന്തോ ഒരു പദാർത്ഥം. ഡാർക്ക് മാറ്റർ ആയിരിക്കില്ല, അത് മറ്റൊരു ലോകമാണ്. ഡാർക്ക് എനർജി അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പദാർത്ഥങ്ങൾ, ആ പദാർത്ഥങ്ങൾ വളരെയധികം മാസീവ് ആയിരിക്കും ഇൻ ടേംസ് ഓഫ് ആറ്റം. ആറ്റവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ വളരെയധികം മാസീവ് ആയിരിക്കും. പക്ഷെ നിങ്ങളുടെ ഫോണുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ അത് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു മാസമായിരിക്കും. അതും ഒരു സാധ്യതയാണ്. പക്ഷേ ഈ സാധ്യതകൾക്കെല്ലാം കോമൺ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇതൊന്നും തന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. ടെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ ഈ ഒരു കോൺസെപ്റ്റുകൾ കൊണ്ട് എന്താണ് അർത്ഥം? ഒന്നുമില്ലാത്തതിനേക്കാൾ നല്ലത് എന്തെങ്കിലുമാണല്ലോ. ഒരു പക്ഷേ ഈ കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ തെളിയിക്കാൻ സാധിക്കുമായിരിക്കും. അല്ലെങ്കിൽ GPS പോലുള്ള എന്തെങ്കിലും ഒരു സാങ്കേതിക വിദ്യ നമുക്ക് സമ്മാനിക്കാൻ സാധിക്കുമായിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയും ഒരുപക്ഷെ ഒരു 500 വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു സയന്റിസ്റ്റിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് തമാശയായിട്ടായിരിക്കും തോന്നുക. അന്ന് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തികൾ പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരിക്കും. ഇവന്മാർ എന്തൊക്കെ മണ്ടത്തരങ്ങളാണ്, ഇങ്ങനൊന്നും അല്ലല്ലോ, ഇതൊക്കെ തെറ്റാണ്, ആറ്റമോ എന്ത് ആറ്റമെന്ന് പോലും ചിലപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ടായിരിക്കും. വർഷങ്ങൾക്ക് മുമ്പുള്ള നമ്മുടെ ഗവേഷകരെ കുറിച്ച് പോലും നമ്മൾ ആ രീതി ചിന്തിക്കാറുണ്ട്. പരന്ന ഭൂമിയാണെന്ന് പറഞ്ഞ ഗവേഷകരുണ്ട്. ഭൂമിക്ക് ചുറ്റുമായിട്ട് ഈ ലോകത്തുള്ള, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം വലം വയ്ക്കുന്നു, സൂര്യനും മൂണും നക്ഷത്രങ്ങളും ഒക്കെ വലം വയ്ക്കുന്നു എന്ന് ഒരുപാട് ഗവേഷകർ ചിന്തിച്ചു കൂട്ടിയിട്ടുണ്ട്. അതിനെതിരെ പെരുമാറിയിട്ടുള്ള അല്ലെങ്കിൽ അതിനെതിരെ പറഞ്ഞിട്ടുള്ള ആളുകളെ ക്രൂരമായിട്ട് ശിക്ഷിക്കുക പോലും ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വളരെ പ്രാചീനമായിട്ടുള്ള മനുഷ്യരെന്ന രീതിയിലാണ് നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണുന്നത്. 500 വർഷങ്ങൾക്ക് ശേഷമുള്ള മനുഷ്യർ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെയൊക്കെ വളരെ വലിയ ഒരു തമാശയായിട്ടായിരിക്കും കേട്ടിരിക്കുക. ഇനി നമുക്ക് ആ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരത്തിലേക്ക് വരാം. വളരെയധികം അകലെയുള്ള ഗാലക്സികൾ എങ്ങനെയാണ് വളരെയധികം വേഗതയിൽ അകന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? വളരെ അധികം അകലെയുള്ള പല ഗാലക്സികളും പ്രകാശത്തെക്കാൾ തീവ്രമായ വേഗതയിലാണ് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രകാശത്തെക്കാൾ തീവ്രമായ വേഗതയിൽ ഒരു പദാർത്ഥത്തിനും സഞ്ചരിക്കാൻ സാധിക്കുകയില്ല. പിന്നെ എങ്ങനെയാണ് കോടാനുകോടി നക്ഷത്രങ്ങളുള്ള ഗാലക്സികൾ പ്രകാശത്തെക്കാൾ തീവ്രമായ വേഗതയിൽ അകന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് സൂര്യൻ നമ്മളിൽ നിന്നും അകന്നു പോകാത്തത്? ചന്ദ്രൻ എന്തുകൊണ്ട് അകന്നു പോകുന്നില്ല? സൗരയൂഥത്തിലുള്ള പദാർത്ഥങ്ങൾ, പ്ലാനറ്റുകൾ ഒന്നും അകന്നു പോകാതെ വർഷങ്ങളായിട്ട്, കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെ നിൽക്കാനുള്ള കാരണം എന്താണ്? അതിൻ്റെ കാരണം ഗ്രാവിറ്റിയാണ്. ഞാൻ പറഞ്ഞു, ഗ്രാവിറ്റി ഏറ്റവും ദുർബലമായിട്ടുള്ള ഒരു ഫണ്ടമെന്റൽ ഫോഴ്സ് ആണെങ്കിൽ പോലും ഡാർക്ക് എനർജിക്ക് ഈ ഗ്രാവിറ്റിയെ പോലും അതിജീവിക്കാൻ സാധിക്കുന്നതല്ല. ഇവിടെയും ഡാർക്ക് എനർജി ഉണ്ട്. അത് നമ്മളെ വലിച്ചു കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ അടുത്തുള്ള വസ്തുക്കളിൽ നിന്ന് നമ്മളെ അകറ്റി കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഗ്രാവിറ്റി ഉണ്ടല്ലോ. ഭൂമിയുടെ ഗ്രാവിറ്റി, സോളാർ സിസ്റ്റത്തിന്റെ ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ സൂര്യന്റെ ഇവിടെയുള്ള സകല, ഈ സോളാർ സിസ്റ്റത്തിലെ സകല പദാർത്ഥങ്ങളും ഉണ്ടാക്കുന്ന ഗ്രാവിറ്റി, ആ ഗ്രാവിറ്റി അതിജീവിക്കാൻ ഡാർക്ക് എനർജിക്ക് സാധ്യമാകുന്നില്ല.
നമ്മുടെ ഗാലക്സിയിലുള്ള വസ്തുക്കളൊന്നും അകന്നു പോകുന്നില്ല. അതെല്ലാം അങ്ങനെ തന്നെ തുടർന്ന് പോവുകയാണ്. കാരണം ഗ്രാവിറ്റി കാരണം ആ ഡാർക്ക് എനർജിയെ ഓവർകം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഗാലക്സികൾക്ക് ഇടയിലുള്ള സ്പേസ് ഇന്റർ ഗാലക്റ്റിക് സ്പേസ് എന്ന് നമ്മൾ പറയും. ആ ഇന്റർ ഗാലക്റ്റിക് സ്പേസ് വളരെ വിശാലമാണ്. എങ്കിൽ പോലും നമ്മൾ പറയുന്നുണ്ട്, വർഷങ്ങൾ കഴിയുമ്പോൾ, കോടിക്കണക്കിന് വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ഏറ്റവും അരികെയുള്ള ആൻഡ്രോമീഡ എന്ന ഗാലക്സി മിൽക്കി വേ ഗാലക്സിയുമായിട്ട് കൂട്ടിമുട്ടുമെന്ന്. എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഇത് കൂട്ടിമുട്ടുന്നത്? ഇത് അകന്നു പോകേണ്ടതല്ലേ? ഇവിടെ ഗ്രാവിറ്റി ഇല്ലല്ലോ. ഇതിൻ്റെ ഇടയിൽ വലിയ വിശാലമായിട്ടുള്ള ഒരു സ്പേസ് അല്ലേ ഈ ഗാലക്സിക്കും മിൽക്കി വേ ഗാലക്സിക്കും ആൻഡ്രോമീഡ ഗാലക്സിക്കും ഇടയിലുള്ളത്? അത് വിശാലമാണ്, പക്ഷേ സ്റ്റിൽ ദർ ഈസ് ഗ്രാവിറ്റി. അവിടെ ഗ്രാവിറ്റി അപ്പോഴും ഉണ്ട്. നമ്മുടെ സോളാർ സിസ്റ്റത്തിൻ്റെ ഉള്ളിലുള്ള ഗ്രാവിറ്റിയേക്കാൾ കുറവാണെങ്കിൽ പോലും അത്രയും വിശാലമായ സ്പേസ് പോലും മതിയാവുകയില്ല ഡാർക്ക് എനർജിക്ക് എക്സ്പാൻഷൻ ഉണ്ടാക്കിയെടുക്കാൻ. പിന്നെ എവിടെയാണ് ഈ എക്സ്പാൻഷൻ നടക്കുന്നത്? എക്സ്പാൻഷൻ നടക്കുന്നത് ഗാലക്റ്റിക് ക്ലസ്റ്ററുകൾക്കും വെളിയിലാണ്. ലോക്കൽ ഗ്രൂപ്പ് ഓഫ് ക്ലസ്റ്റേഴ്സ് എന്നൊരു പക്ഷേ നിങ്ങൾ കീഴിലുണ്ടായിരിക്കും. ഗാലക്സികളുടെ ഒരു കൂട്ടമാണ്. നമ്മുടെ മിൽക്കി വേ അതിലെ ഒരു ഗാലക്സിയാണ്. അത്തരത്തിൽ നിരവധി ഗാലക്സികൾ കൂടി ചേരുന്നതാണ് ലോക്കൽ ഗ്രൂപ്പ് ഓഫ് ക്ലസ്റ്റേഴ്സ്. അങ്ങനെ ഒരുപാട് ഗാലക്റ്റിക് ക്ലസ്റ്ററുകൾ തമ്മിലുണ്ട്. ഈ ഗാലക്റ്റിക് ക്ലസ്റ്ററുകളുടെ ഇടയിലുള്ള സ്പേസ് ആണ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് വികസിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ മാത്രമേ വികാസം നടക്കുകയുള്ളൂ. കാരണം ആ ഇന്റർ ഗാലക്റ്റിക് സ്പേസ് എന്ന് പറയുന്നത് വിശാലമായിട്ടുള്ള വോയിഡാണ്, അല്ലെങ്കിൽ വിശാലമായിട്ടുള്ള പ്രദേശമാണ്, അതിവിശാലമാണ്. ആ വിശാലതയിൽ അവിടെ മാത്രം എക്സ്പാൻഷൻ നടക്കും. അവിടെ മാത്രം സ്പേസ് വികസിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അവിടെ വേറെ പദാർത്ഥങ്ങളൊന്നും തന്നെ അടങ്ങിയിട്ടില്ല. ഗ്രാവിറ്റി അവിടെ വളരെയധികം ദുർബലമാണ്. ആ ഘട്ടത്തിൽ മാത്രമാണ് ഏറ്റവും ദുർബലമായ ഈ ഗ്രാവിറ്റിയെ പോലും ഡാർക്ക് എനർജിക്ക് ഓവർകം ചെയ്ത് എക്സ്പാൻഷൻ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ആൻഡ്രോമീഡ ഗാലക്സിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതൊരിക്കലും നമ്മളിൽ നിന്നും അകന്നു പോവുകയില്ല. മിൽക്കി വേയിലുള്ള ഒരു നക്ഷത്രങ്ങളും നമ്മളിൽ നിന്ന് അകന്നു പോവുകയില്ല. ഗ്രാവിറ്റി കാരണം ഈ ഡാർക്ക് എനർജിയെ നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ വളരെയധികം അകലെയുള്ള നമ്മുടെ ഈ ഒരു ഗാലക്റ്റിക് ക്ലസ്റ്ററിന് വെളിയിലുള്ള മറ്റൊരു ലോകം നമ്മളിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നും പിന്നെയും വളരെ അകലെയുള്ള മറ്റൊരു ലോകം, അത് അതിനേക്കാൾ തീവ്രമായ വേഗതയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് ഇവിടെ ഒരു നമ്മുടെ ഗാലക്റ്റിക് ഗ്രൂപ്പ് ഉണ്ടെന്ന് കരുതുക. ഇവിടെ മറ്റൊരു ഗാലക്റ്റിക് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഇതിനിടയിൽ ഒരു സ്പേസ് ഉണ്ട്. ഈ സ്പേസ് എക്സ്പാൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഈ സ്പേസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമ്മളുടെ ഇടയിലുള്ള ദൂരം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ അങ്ങോട്ട് മാറി മറ്റൊരിടത്ത് മറ്റൊരു ഗാലക്റ്റിക് ക്ലസ്റ്റർ ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസും എക്സ്പാൻഡ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ എക്സ്പാൻഷൻ നടക്കുന്നു, മറ്റൊരു വേക്കൻ്റ് ആയിട്ടുള്ള സ്പേസിൽ അവിടെയും എക്സ്പാൻഷൻ നടക്കുന്നു. അപ്പോൾ അവിടെ ഉള്ളത് നമ്മുടെ അടുത്തുള്ള ഗാലക്റ്റിക് ക്ലസ്റ്ററിനേക്കാൾ തീവ്രമായ വേഗതയിൽ എക്സ്പാൻഡ് ചെയ്യുന്ന ഗാലക്റ്റിക് ക്ലസ്റ്ററുകളാണ്. അങ്ങനെ അകന്നു പോകും തോറും വളരെയധികം അകലെയുള്ളവ വളരെയധികം തീവ്രമായ വേഗതയിൽ നമ്മളിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അങ്ങ് അകലെയുള്ള ഗാലക്സിയിലേക്ക് നോക്കുമ്പോൾ അത് വളരെയധികം പ്രാചീനമായിട്ടുള്ള പ്രപഞ്ചത്തിൻ്റെ ഒരു കാലഘട്ടമാണെങ്കിൽ പോലും നമ്മളിൽ നിന്നും വളരെയധികം അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ആ ഗാലക്സിയുടെ സഞ്ചാരമല്ല, അല്ലെങ്കിൽ നമ്മുടെ സഞ്ചാരമല്ല, ഇതിനിടയിലുള്ള സ്പേസിൻ്റെ എക്സ്പാൻഷൻ മാത്രമാണ്. അല്ലാതെ ഒരു വസ്തുവും പ്രകാശത്തെക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്നില്ല. സ്പേസ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതേ കാരണത്താൽ തന്നെയാണ് നമ്മുടെ സോളാർ സിസ്റ്റം ഇങ്ങനെ തന്നെ നിൽക്കുന്നത്. അത് ഇങ്ങനെ തന്നെ നിൽക്കും. ഡാർക്ക് എനർജിക്ക് അതിനെ ഓവർകം ചെയ്യാൻ സാധിക്കുന്നതല്ല. ഡാർക്ക് എനർജി അത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് എല്ലാവർക്കും തോന്നിയത് ഡാർക്ക് മാറ്റർ ആണ് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമെന്നാണ്. എന്നാൽ ഡാർക്ക് മാറ്റർ അറ്റ്ലീസ്റ്റ് എന്താണെന്നെങ്കിലും നമുക്കറിയാം. അതൊരു മാറ്റർ ആണെന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാം. പക്ഷേ ഡാർക്ക് എനർജി അതൊരു മാറ്റർ ആണോ എന്ന് പോലും നമുക്ക് പറയാൻ സാധിക്കുകയില്ല. അതൊരു പക്ഷേ ഒരു മാറ്റർ ആകാം, ഒരു പക്ഷേ അത് മാറ്റർ ആയിരിക്കുകയില്ല, അതൊരു ഫോഴ്സ് ആയിരിക്കാം, അദൃശ്യമായിട്ടുള്ള ഒരു ഫോഴ്സ് ആയിരിക്കാം. ആസ്ട്രോഫിസിക്സ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഞാനൊരു ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ കോഴ്സിൻ്റെ ഭാഗമായി ഗവേഷകരോടൊപ്പം ചേർന്ന് റിസർച്ച് ചെയ്യാനും അതൊരു ശാസ്ത്ര പ്രബന്ധമാക്കി പബ്ലിഷ് ചെയ്യാനുമുള്ള അവസരം നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ലിങ്ക് പരിശോധിക്കുക. കോഴ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമെയിലിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ഇൻസ്റ്റാഗ്രാമിലൂടെയോ എന്നോട് സംസാരിക്കാവുന്നതാണ്. അതിൻ്റെ ലിങ്കുകളും ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്.